ഇപ്രാവശ്യത്തെ യാത്ര വയനാട്ടിലേക്കാണ്. രാവിലെ 6 മണിക്ക് തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്റെ നാട്ടിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട് വയനാട്ടിലേക്ക്. ആദ്യം നേരെ മടിക്കേരി പോയി. അവിടെ നിന്ന് കുട്ട വിരാജ്പേട്ട വഴി വയനാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ കുടകിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടമായ ഇരുപ്പ് വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. പക്ഷേ അവിടെ കാര്യമായ വെള്ളമൊന്നും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോയില്ല. റോഡ് സൈഡിൽ കണ്ട കാപ്പിത്തോട്ടങ്ങൾ കാണാൻ വണ്ടി ജസ്റ്റ് ഒന്ന് സൈഡാക്കി. നല്ല മനോഹരമായ കാഴ്ചയായിരുന്നു. കാപ്പി ഉണ്ടാകാൻ വേണ്ടി അതിന്റെ പൂ വിടർന്നിരിക്കുകയായിരുന്നു. ഈ കാഴ്ച നല്ല മനോഹരമായിരുന്നു. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. കാപ്പിയൊക്കെ വെയിലത്ത് ഉണക്കാനിട്ടിരിക്കുകയാണ്. വൃത്തിയൊന്നുമില്ലാത്ത രീതിയിലാണ് അതിനെ ഉണക്കുന്നത്. അതിന്റെ മുകളിലൂടെ ചെരുപ്പ് ധരിച്ച് നടക്കുന്നു. പിന്നെ നേരെ വയനാട്ടിലേക്ക് വിട്ടു. തോൽപ്പട്ടി വന്യജീവി സങ്കേതത്തിലൂടെയായിരുന്നു യാത്ര. വേനൽക്കാലമായതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നും ഉണ്ടായില്ല. കുറച്ച് മാനുകളൊക്കെ കണ്ടെങ്കിലും അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ആദ്യം പോയത് കുറുവാ ദ്വീപിലേക്കായിരുന്നു. അങ്ങനെ അവിടെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് കയാക്കിങ്ങിന് ഇറങ്ങി. ആദ്യമായിട്ടാണ് കയാക്കിങ് നടത്തുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം 1 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. പിന്നെ അടുത്തതായി പോയത് പഴശ്ശി ശവകുടീരം നിലകൊള്ളുന്ന സ്ഥലത്തേക്കാണ്. അവിടെ പഴശ്ശി രാജാവ് ഉപയോഗിച്ച ഒരുപാട് വസ്തുക്കളും പഴയ കാലഘട്ടത്തിലെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ നേരെ പോയത് ബാണാസുര സാഗർ ഡാമിലേക്കാണ്. നല്ല തിരക്കായിരുന്നു അവിടെ. വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അപ്പോഴേക്കും നേരം ഇരുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു റൂം എടുത്ത് അവിടെ താമസിച്ചു.